ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും അച്ചാച്ചനും ആവക്കുട്ടിയും കൂടി പള്ളിയിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് അവിടെ നിന്നാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ടാഴ്ചയായി പള്ളിയിൽ പോയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത്രയൊന്നും ആയില്ലല്ലേ, എന്തെങ്കിലും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 9:30 കുർബാനയ്ക്കാണ് കേട്ടോ വന്നത്. രാവിലെ നമുക്ക് സമയം കിട്ടിയില്ല. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചപ്പോഴത്തേക്കും 9:30 കഴിഞ്ഞു. അല്ല, നമ്മൾ രാവിലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ 9:30 വരാമെന്ന് വിചാരിച്ചു കേട്ടോ. പള്ളിയിലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങി. പിന്നെ കുറച്ച് അവളുടെ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഇതിൻ്റെ ഫോട്ടോ ഇട്ടപ്പം ഭയങ്കര രസമുണ്ട്, നല്ലതാണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷവും വലിയ വിലയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം ഞാനിത് അതേപോലെ ഒരുപാട് നാൾ മുന്നേ ഈ ഡ്രസ്സ് എവിടെ പോകണം ഓൺലൈനിൽ കണ്ടതാണ്. പക്ഷെ അന്നേരം വേണ്ടോ മേടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, കാരണം നമുക്കറിയില്ലല്ലോ, നമ്മൾ കണ്ട് വാങ്ങുന്ന പോലെ അല്ലല്ലോ. മെറ്റീരിയൽ എന്തായിരിക്കും, അങ്ങനെയൊക്കെയുള്ള വലുതായിരിക്കുമോ ചെറുതായിരിക്കുമോ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ചില കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വാങ്ങാതെ നോക്കിയിരുന്നു. ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അച്ചടിച്ച് ചോദിച്ചു, ഞാനത് വാങ്ങിച്ചോട്ടെ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് 500 സംതിങ് എത്രയോ ആണ്, 560 അങ്ങനെ എത്രയോ ആണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ റേറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാങ്ങിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 3 years തുറക്കാൻ പറ്റത്തില്ല എന്നുള്ള പിള്ളേർക്ക് മാത്രമാണ് ഉള്ളത് സ്റ്റാർട്ടിങ് കേട്ടോ. അതിന് മുന്നേ ഉള്ളവർക്കില്ലായിരുന്നു. അപ്പം ഞാൻ അതാണ് വാങ്ങിയത്. അത് അവൾക്ക് ഇത്തിരി വലുതായിരുന്നു കേട്ടോ. ഇല്ല, അപ്പോൾ ഞാൻ അതൊന്ന് ഓൾട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് സ്കേർട്ടിനൊക്കെ ഇപ്പോഴും ഇത്തിരി ലെങ്ത് കൂടുതലാണ്. അപ്പോൾ അവൾ വലുതായാലും ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം ഇറക്കമൊന്നും കുറച്ചിട്ടില്ല, കാരണം കുറച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാലും ഓക്കെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചു, അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് കേട്ടോ. ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു പെൺപിള്ളേർ, ഈ ഒരു പ്രായമുള്ള പെൺപിള്ളേർ, ഈ പ്രായമില്ല കേട്ടോ, ഇതിനേക്കാൾ വലിയ പിള്ളേർക്കുള്ളതാണ് ഇനി വരുന്നത്. അതായത് 3 to 4, 4 to 5 അങ്ങനെയുള്ള ഏജിലുള്ള പിള്ളേർക്കാണ് ഇനിയുള്ളത്. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഏജ് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ ഇച്ചിരി കൂടി അവർക്ക് കംഫർട്ടായിരിക്കും, ഇച്ചിരി കൂടെ കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം. അപ്പം നമ്മൾ രാവിലത്തെ പള്ളിപ്പോക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം കട്ടപ്പന ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. കട്ടപ്പന ഫെസ്റ്റ് 2K26 നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ കട്ടപ്പന താമസിച്ചിട്ട് നമ്മൾ ഫെസ്റ്റ് പോയില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫെസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആദ്യം നമുക്ക് ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫെസ്റ്റ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ടിക്കറ്റ് എനിക്ക് തോന്നുന്നത് 100 രൂപ കണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, കഴിഞ്ഞ മുമ്പത്തെ വർഷമാണെന്ന് നടത്തിലുണ്ടായിരുന്നു കേട്ടോ. അന്ന് ആ കുട്ടി കുഞ്ഞാണ്, അന്നൊന്നും കണ്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു ഏജ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ. കയറുമ്പോൾ തന്നെ സൂപ്പർ ഒരു ഫ്ലവർ ഷോയാണ് കേട്ടോ. അവരത് ഡെക്കറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ കാണാനായിട്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ കുഞ്ഞാണെങ്കിൽ അവിടെ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ പോരില്ലായിരുന്നു കേട്ടോ. കാരണം അവൾക്കും അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫെസ്റ്റിന് വന്നപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഇവിടുത്തെ പാനിപൂരി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എങ്ങനെ എനിക്കതിനോട് ഇഷ്ടമായെന്ന് വെച്ചാൽ, ഞാൻ ബാംഗ്ലൂർ നേഴ്സിങ്ങിന് പോയ സമയത്ത് ആദ്യം ഫസ്റ്റ് ഇയറിലൊന്നും എനിക്കിത് പിള്ളേരൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ എനിക്കിതിനോട് വെറുപ്പായിരുന്നു കേട്ടോ. എന്താ ഈ പച്ച വെള്ളമൊക്കെ കാണുമ്പോൾ. പക്ഷേ അതിന് ശേഷം ഇതിനോട് വന്ന ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഈ ഒരു സംഭവം മേടിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആവക്കുട്ടിക്ക് നമ്മൾ ഈ ഒരു ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുത്ത് PP എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുകയാണ്. അപ്പം അടുത്തത് ഇവിടെ ഗാനമേള ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗാനമേള ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഗാനമേളയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഗാനമേളയ്ക്ക് ഇത്തിരി അടുത്ത് കാണുമ്പോൾ ആവക്കുട്ടിയുടെ ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, റിയാക്ഷൻ, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഗാനമേള തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് മുതൽ ഇതിൻ്റെ ഒരു എൻഡിങ് വരെ ആവൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തുള്ള പിള്ളേരെയൊക്കെ വിളിച്ച് നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ വിളിച്ചുകൊണ്ട് പോകുന്നൊരു സംഭവമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഭയങ്കര ഒരു കോംബോ ആയിരുന്നു. രണ്ടാളും കൂടി കയ്യെ പിടിച്ച് ഡാൻസ് കളിക്കുന്നു, അങ്ങനെ ഓരോരോ പരിപാടികൾ കേട്ടോ. കണ്ടോ, ഈ കുഞ്ഞാവയും നല്ല ആക്റ്റീവ് വരുന്നു കേട്ടോ. ഔട്ടിനേക്കാളും ഇത്തിരി കൂടി മാസങ്ങളുടെ വ്യത്യാസമുണ്ട് എന്നെനിക്ക്. സൂപ്പറായിരുന്നല്ലേ ഔട്ടി, കളിച്ചേ. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടാളും കൂടി അടിപൊളിയാണ്. ശരി, സത്യം പറഞ്ഞ എന്തോ
കണ്ടു 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 വണ്ടി. സത്യം പറഞ്ഞാൽ ഫെസ്റ്റ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ 2 മക്കളാണ് കേട്ടോ. ബാക്കി എല്ലാവരും ഇവരെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി നമ്മുടെ ഫോണൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കണ്ട് ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. കാരണം അവൾ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണല്ലോ അവൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവളും ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് തന്നെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കൊച്ചിനെ തള്ളി കൊണ്ടുപോകണം ഈ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം എന്താണ് പറഞ്ഞാൽ ഇവർക്കൊരു ഭയങ്കര സന്തോഷമായി. ഏജിൻ്റെ അടുത്ത് പോയി നിന്ന് ഡാൻസ് കളിച്ചപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞു, പാടിക്കൊണ്ടിരുന്നവർ പറഞ്ഞു എന്തോ ഔട്ടി കയറി സ്റ്റേജിലേക്ക് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവളെ എടുത്ത് വിട്ടു. അങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങനെ പുറകെ അവളുടെ പിള്ളേരെയൊക്കെ എടുത്ത് വിട്ടു കേട്ടോ സ്റ്റേജിൽ കയറിയിട്ടും ഈ ഒരു കോംബോ അടിപൊളിയായിരുന്നു. 2 പേരും കയ്യെ പിടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കരമായിട്ട് അവർ ഫെസ്റ്റ് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫെസ്റ്റിനൊക്കെ പോയി അടിച്ച് പൊളിച്ചു. ഫുള്ളൊരു യാത്ര കേട്ടോ. വീട്ടിൽ ഇരുന്നിട്ടേ ഇല്ല നമ്മൾ. അപ്പം കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. അപ്പം എല്ലാവരും പോയി എൻജോയ് ചെയ്യുക. പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കുട്ടി ഇതോ ഇരിക്കണം, ഭയങ്കര തിരക്കിട്ട പരിപാടിയിലാണ്. പോടി കളി ഒന്നും ഇങ്ങ് വരുന്നോ? വേണ്ട അവരുന്നു. അപ്പം ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിവിടെ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്കിതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നത്. എന്തോ ആ ഗേറ്റ് അടച്ചിട്ടേക്കുവാണ്. ഗേറ്റ് അടച്ചോ? തുറക്കണോ? വേണ്ട, പൊപ്പ വണ്ടി വരൂ ഇപ്പോഴേ. ഇങ്ങോട്ട് വാ, വീഴും. അവിടെ ഇറക്കുക. നമ്മളിങ്ങോട്ട് ഇച്ചിരി ഇറങ്ങിയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ പിള്ളേർക്കൊന്നും ഒരു ബ്രേക്ക് കിട്ടത്തില്ല. എന്തോ ഇങ്ങോട്ട് വന്നേ, അമ്മേൻ്റെ പൊന്നിങ്ങ് വന്നേ. ആണ്ട് പോന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.